ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം പരിശുദ്ധ പെസഹ ആചരിക്കുന്നു. നമുക്കറിയാം, പെസഹ എന്ന വാക്കിനർത്ഥം അനേക വർഷങ്ങളായി നമുക്ക് പരിചയമുള്ളതാണ്, കടന്നുപോകൽ. അടിമത്തത്തിന്റെ നാടായ ഈജിപ്തിൽ നിന്ന് പിതാവായ ദൈവം ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കടന്നുപോകൽ. പഴയതെല്ലാം കടന്നു, ഇനി പുതിയ ഒന്നിലേക്ക് നാം രൂപപ്പെടുന്നു. ഈശോ തൻ്റെ അപ്പസ്തോലന്മാരുമായി ഒരുമിച്ചിരിക്കുമ്പോൾ താൻ ഈ ലോകം വിട്ട് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ട സമയമായി എന്നറിയുമ്പോൾ തൻ്റെ പീഡാസഹനത്തിന് മുമ്പായി ഈശോ അങ്ങനെ തന്നെ പെസഹ ആചരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, അന്ത്യത്താഴ വേളയിൽ ഈശോ തൻ്റെ ശിഷ്യരുമായി ഒരുമിച്ചിരുന്ന് പെസഹ ആചരിക്കുന്നതിന് മുമ്പായിട്ട് ഈശോ സ്വസ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് തൻ്റെ മേലങ്കി അഴിച്ചു മാറ്റി അനന്തരം ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടുകയും താലത്തിൽ വെള്ളമെടുത്ത് തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുകയും തുവാല കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും ചെയ്തു. ഈശോ തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അവരെ ശുദ്ധിയുള്ളവരാക്കുന്നുണ്ട്. അനന്തരം ഈശോ പറയുന്നു, നിങ്ങൾ എന്നെ കർത്താവെന്നും ഗുരുവെന്നും വിളിക്കുന്നു, അത് അങ്ങനെയാണ് ദാനം. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം അങ്ങനെ ചെയ്യുവിൻ. അങ്ങനെ പരസ്പരം ചെയ്താലേ ഇനിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. അതാകട്ടെ അപ്പം മുറിക്കൽ ആണ് ദാനം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് നാം തീവ്രമായിട്ട് ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ നമ്മെ തന്നെ എളിമപ്പെടുത്താൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകാറുണ്ട്. നമ്മൾ എളിമപ്പെടുത്തിയാലും ഒരു വേള നമ്മുടെ മുൻപിലുള്ളവർ അത് തിരിച്ചറിയാതെ പോകുന്ന ഒരവസ്ഥ. സ്വയം എളിമപ്പെടുത്തുന്നതിനോ മറ്റുള്ളവർക്ക് സ്നേഹം പങ്കുവെക്കുമ്പോൾ അത് അവർക്ക് ബോധ്യമാകുന്നതിനോ കഴിയാത്ത ഒരു സാഹചര്യം. പിന്നെ എങ്ങനെയാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്പം മുറിക്കാനായിട്ട് സാധിക്കുക? അപ്പം മുറിക്കുമ്പോൾ കണ്ണുകൾ തുറക്കപ്പെട്ടതിനെ കുറിച്ച് നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരെ കുറിച്ച് നാം കാണുന്നുണ്ട്. ഈശോയുടെ പീഡാനുഭവ മരണ ഉദ്ധാനത്തിന് ശേഷം എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യർ അവർ ആ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു. ഈശോയും അവരോട് ചേർന്ന് യാത്ര ചെയ്തു. പക്ഷെ അത് ഈശോയാണെന്ന് ആ ശിഷ്യര് തിരിച്ചറിഞ്ഞില്ല. ആ യാത്രയുടെ അവസാനം ഈശോ അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണ സമയത്ത് ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകി. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അത് ഈശോയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഉടനെ തന്നെ ഈശോ അപ്രത്യക്ഷനാവുകയും ചെയ്തു. ആ ശിഷ്യർ ഉടനെ തന്നെ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിലേക്ക് തിരിച്ചെത്തുകയാണ്. പെസഹ ഒരുമിപ്പിക്കുന്ന ഒരിടത്തു നിന്ന് നാം ഒറ്റപ്പെട്ടു പോകുമ്പോൾ അപ്പം മുറിക്കുന്നതിനെ കുറിച്ച്, സ്നേഹം പങ്കുവെക്കുന്നതിനെ കുറിച്ച്, ഒന്നായി തീരുന്നതിനെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് പുതുജീവൻ നൽകും. പക്ഷേ ഇതൊരു കടന്നു പോകലാണെന്നുള്ളത് നാം പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ്. അടിമത്തത്തിൻ്റെ നുകത്തിന് കീഴിലായിരുന്ന നാം എല്ലാവരും നമ്മുടെ കർത്താവിൻ്റെ കൃപ കൊണ്ട് അതിൽ നിന്ന് ദൈവകൃപ സ്വീകരിക്കാൻ സാധ്യമാകുന്ന ഒരു കടന്നുപോകലിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മെ പരിപൂർണമായി രൂപാന്തരപ്പെടുത്തുന്നു, അഥവാ ഈശോയുടെ തിരുശരീര രക്തങ്ങളാൽ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളത് പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഒരു രൂപാന്തരപ്പെടൽ ആവശ്യമാണെങ്കിൽ നമ്മുടെ ഹൃദയം എളിമപ്പെടാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിനായിട്ട് അവിടുന്ന് തന്നെ നമ്മളോട് പറയുന്നത്, ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കർത്താവെന്നും ഗുരുവെന്നും വിളിക്കുന്നു, അത് അങ്ങനെയാണ് ദാനം. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങളും പരസ്പരം ഇങ്ങനെ ചെയ്യുവിൻ. ഈ പെസഹ തിരുനാളിന് ഒരുങ്ങുമ്പോൾ, അപ്പം മുറിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് ഈശോയോട് ഒന്നായി ചേരാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കമുള്ളതാക്കി തീർക്കണമേ. ആമേൻ.